പിന്നെ ഇന്നസെന്റ് ഏട്ടനായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. ഇന്നസെന്റ് ഏട്ടൻ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഇടവേള ബാബു ഇല്ല. ഞാൻ ഏതോ ബാങ്കിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലോ ജോലി ചെയ്യേണ്ട ഒരാളാണ്. എന്നെ സിനിമയിലേക്ക് കണ്ടെത്തിയതും എൻ്റെ എല്ലാ യാത്രകളിലും ഒപ്പം ഉണ്ടായിരുന്ന ഒരാളാണ്. ഇടവേളയിൽ ഇന്നസെന്റ് ഏട്ടനില്ലേ? അതെ, ഇന്നസെന്റ് ഏട്ടനാണ് മോഹൻ സാറിനോടും പത്മനാഭൻ സാറിനോടും പറയുന്നത് എന്നെ പറ്റി. കാരണം അവര് ഒരു ഏകദേശം 2000 പേരെ കണ്ടാണ് അവരുടെ അപ്ലിക്കേഷൻ വന്നത്. അന്ന് കാലത്ത് മലയാള മനോരമയിലും മാതൃഭൂമിയിലും ഹാഫ് പേജ് പരസ്യമാണ് ഇടവേളയുടെ. പുതുമുഖങ്ങളെ ആവശ്യമുണ്ടോന്ന് പറഞ്ഞിട്ട് ഞാനും കണ്ട ആളാണ്. പക്ഷെ എനിക്ക് സിനിമ ചിന്തിക്കാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ ഒരു സുഹൃത്ത് ജോയ് കോട്ടോളി, പുള്ളിയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത് അയക്കടാന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞു നമ്മൾ ചിന്തിച്ചിട്ടേ ഇല്ല സിനിമ. അങ്ങനെ ഇതിൽ അവർ അവസാനം 20 ആളെ തിരഞ്ഞെടുക്കുകയും അതിലും ശരിയാവാണ്ട് പത്മനാഭൻ സാർ തലേദിവസം ഇത്തിരി വറീഡായിട്ട് അങ്ങനെ ഇന്നസെന്റ് ഏട്ടനായിട്ട് ഷെയർ ചെയ്തിട്ടാണ് ഇന്നസെന്റ് ഏട്ടനോട് പറഞ്ഞു എന്നാ പറയണേ, ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള പയ്യനായിരിക്കണം, പക്ഷെ തല തെറിച്ചിന പയ്യനായിരിക്കണം. പെട്ടെന്ന് ഇന്നസെന്റ് ഏട്ടന് എൻ്റെ മുഖം ഓർമ്മ വന്ന് അങ്ങനെ ഇരിങ്ങാലക്കുടയിൽ വരും എന്നെ വിളിച്ചുകൊണ്ട്, അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ചരിത്രം. ഇന്നസെന്റ് ഏട്ടൻ്റെ ഏറ്റവും നല്ല ക്വാളിറ്റികളിൽ ഞാൻ കണ്ടിട്ടുള്ളത്, ഒന്ന്, അദ്ദേഹം പഠിക്കാൻ എടുക്കാനല്ല എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓർമ്മ ഒരു രക്ഷയില്ലാത്ത ഓർമ്മ. ഇരിങ്ങാലക്കുടയിലെ ഏത് വീട്ടിലെ ഏത് പയ്യനുള്ള അച്ഛൻ്റെ പേര്, അച്ഛൻ്റെ പേര്, വീട്ടുപേര്, ഇങ്ങനെ സകല ചരിത്രവും ഇന്നസെന്റ് ഏട്ടന് മരിക്കുന്ന അപ്പോഴും വരെ അറിയാം. അതുപോലെ തന്നെയാണ് ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ട് പുള്ളി എത്രയോ കാലം കഴിഞ്ഞാലും പേരൊന്നും ഓർമ്മയിട്ടില്ല, പക്ഷെ ഇന്ന സന്ദർഭത്തിൽ പുള്ളിയെ കണ്ടതാണെന്നുള്ള ഓർക്കാനുള്ള ഒരു കഴിവ് ഭയങ്കരമാണ്. അങ്ങനെ ഞാൻ എപ്പോഴും ആ കാര്യം ഇന്നസെന്റ് ഏട്ടനാണ് ഫോളോ ചെയ്യുന്നത്. ഇതുപോലെ ഞാൻ മലയാള സിനിമയിൽ കഥകൾ മെനയാൻ മാത്രമല്ല, ആ കഥകൾ മര്യാദയ്ക്ക് പ്രസന്റ് ചെയ്യാൻ കഴിവുള്ള രണ്ടുപേരും, ഒന്ന് മുകേഷ് ചേട്ടൻ, ഇന്നസെന്റ് ഏട്ടനാണ്. അയ്യോ, കഥ ചീറ്റി പോവില്ല. അത് മുകേഷ് ചേട്ടന് അപാര കഴിവാണ്. അത് വിഷ്വലാ, പറഞ്ഞു ഒരു കഥ അതിന്റെ അവസാനം കൊണ്ട് എത്തിക്കുന്ന കാര്യത്തിനകത്ത് ഇവര് രണ്ടുപേരെയും. അത് മാത്രല്ല, പലപ്പോഴും നമ്മളൊക്കെ ചിലപ്പോൾ കഥ പറയും, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ കഥ വിട്ടുപോയിട്ട് പിന്നെ പറയുമ്പോൾ വേറെ കഥയാവും. പക്ഷെ ഇവർ രണ്ടുപേർക്കുള്ള ഗുണം വെച്ചാൽ ആ കഥ അതുപോലെ പറയും. അതൊരു അച്ചടിച്ച പോലെ.